സാർ, ഇപ്പോൾ ഗസ പുനഃസൃഷ്ടിക്കണമെന്നാണ് നെതന്യാഹുവിൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ഈ ഗസയിലുള്ള ആളുകളെ മുഴുവൻ എവിടേക്കെങ്കിലും മാറ്റണം. അങ്ങനെയാണ് ജോർദാനിലേക്കും അതുപോലെ തന്നെ ഈജിപ്തിലേക്കും അവരെ മാറ്റാം. എന്നിട്ട് ഗസ പുനഃസൃഷ്ടിച്ച് കഴിയുമ്പോൾ ഇവരെ കൊണ്ടുവരാമെന്ന് പറയുന്നു. പക്ഷേ ആ പദ്ധതി പൊളിഞ്ഞോ? ആ പദ്ധതി പൊളിവായിട്ട് കണ്ടാൽ മതി. അതൊരു ദിവാസ്വപ്നം എന്നൊക്കെ പറയുന്ന രീതിയിൽ കണ്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്റ്റ് എന്തായാലും എടുക്കില്ല, അതേപോലെ ജോർഡൻ എന്തായാലും എടുക്കില്ല. അത് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ ഈ സംഭവം ആരംഭിച്ചപ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ ഫോക്കസ് ചെയ്ത് ഈജിപ്റ്റിനെയാണ്. തൊട്ടടുത്ത് ഈജിപ്റ്റുണ്ട്, ഈജിപ്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും, രക്ഷിച്ചോളും, സ്വീകരിച്ചോളും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഈജിപ്റ്റ് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രവൃത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അത് നോക്കിയിരിക്കുന്നതിനിടയിൽ ഈ മതിലിൻ്റെ പൊക്കം കൂടി വരികയായിരുന്നു. അപ്പോൾ അവരോട് ചിലരൊക്കെ ചോദിച്ചു, പണ്ട് നിങ്ങൾ സ്വീകരിച്ചായിരുന്നല്ലോ അവരെ, എങ്കിൽ ഒന്നും കൂടി നോക്കിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, പണ്ട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ സ്വീകരിക്കാത്തതെന്ന് പറഞ്ഞു. പിന്നെ അവർ രണ്ട് തടസ്സങ്ങളും പറഞ്ഞു. ഒന്ന്, സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കിപ്പോൾ അതിനുള്ള ശേഷിയില്ല, എത്രയും പേര് ഇടിച്ചു കയറി വന്നാലത്തെ അവസ്ഥ. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സീനായിൽ മലയിലായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോയി ഇവരെ അധിവസിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് റോക്കറ്റ് വിടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലായിട്ടുള്ള യുദ്ധം ഈജിപ്റ്റ് ഏറ്റെടുക്കേണ്ടി വരും. ഈജിപ്റ്റ് അപ്പോൾ വളരെ മഹത്വമായൊരു കാര്യമായിട്ട് അവർ കാണുന്നത് 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡിന് ശേഷം ഒരു യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ സമാധാനമായിട്ട് ഇരിക്കുന്നിടത്ത് ഇവർ വന്നു പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി രണ്ടാമത് അടി തുടങ്ങും. അതോടുകൂടി ഈജിപ്തിനാണെങ്കിലും സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടാവും. അതായിരുന്നു ഈജിപ്തിൻ്റെ കാഴ്ചപ്പാട്. പിന്നെ വേറെ ജോർഡൻ്റെ പേരാണ് പറഞ്ഞത്. ജോർഡൻ ഒരു കാരണവശാലും സ്വീകരിക്കില്ല. കാരണം ഈ ജോർഡൻ 1948 വാറിൻ്റെയൊക്കെ സമയമുണ്ടല്ലോ, ആ സമയത്തും 1967 ഒരുപാട് പലസ്തീൻകാരെ വേറെ ഒരു റെസ്ട്രിക്ഷനും കൂടാതെ കയറ്റി അവർക്കൊക്കെ സിറ്റിസൺഷിപ്പ് കൊടുക്കാനൊക്കെ പ്ലാൻ ഇട്ടിരുന്നതാണ്. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ഹുസൈൻ രാജാവായിരുന്നു. ഹുസൈൻ രാജാവ് ഇവർക്ക് ചെയ്യാവുന്ന ഗുണങ്ങളൊക്കെ ചെയ്തു കൊടുത്തായിരുന്നു, സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരവിടെ കിടന്ന് ബഹളം കൂട്ടാൻ തുടങ്ങി. അവിടെ കിടന്ന് ബഹളം കൂട്ടിയിട്ട് രാജാവിനെ പുറത്താക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവരൊരു പാരലൽ ഗവൺമെൻറ് പോലെ ഫങ്ഷൻ ചെയ്തിരുന്നത്. മാത്രമല്ല പാലസ്തീൻകാർക്ക് എപ്പോഴും ഇസ്രായേലായിട്ട് യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് അവരുടെ ഒരു ആർമി ഉണ്ടായിരുന്നു. മാത്രവുമല്ല ഇവർ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേറ്റം അവിടെ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. അതിലെ മെമ്പേഴ്സായിട്ട് ഇവർ വിമാനങ്ങൾ പോലും ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പാലസ്റ്റീനിയൻസ് കൂടുതലുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞിട്ട് ഈ പാസഞ്ചേഴ്സിന് ഹോസ്റ്റേജസ് ആയിട്ട് വിലപേശലൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് തീരെ സഹിക്കാൻ വയ്യാതെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇറ്റ് റിസൾട്ടഡ് ഇൻ എ വാർ. സെപ്റ്റംബർ 1970 ആയപ്പോഴേക്കും അവിടുത്തെ രാജാവ് പറഞ്ഞു, ഇനഫ് ഈസ് ഇനഫ്, ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അതൊരു യുദ്ധമായിട്ട് മാറി. അങ്ങനെ ഇവരവിടെ നിന്ന് 10 മാസത്തെ യുദ്ധം കൊണ്ടാണ് ഇവരെ പുറത്താക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ അന്ന് അവരുടെ കൂടെ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറഞ്ഞ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. ജോർഡനിലെ പ്രൈം മിനിസ്റ്ററെ കൊന്നിട്ടാണ് അവർ പോയത്. അതാണ് ജോർഡൻ്റെ അനുഭവം. പിന്നെ ലെബനോണും കുവൈറ്റും ഒക്കെ അവർക്കൊക്കെ ഇതിൻ്റെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ലെബനോണിൽ കയറ്റി താമസിപ്പിച്ചുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മാരണൈറ്റ് ക്രിസ്ത്യൻസിൻ്റെ വക ഒരു പ്രസിഡൻറ്റും ഗവൺമെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഓവർത്രോ ചെയ്തിട്ടാണ് അവർ അവിടെ നിന്ന് കടന്നത്, ലെബനോണിൽ നിന്ന്. പിന്നെ കുവൈറ്റിലാണെങ്കിൽ 3 ലക്ഷം പേരെ കയറ്റി താമസിച്ചിരുന്നു. അത് ഈ സദ്ദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അവർ സദ്ദാം ഹുസൈനെ ജയ് വിളിക്കാൻ തുടങ്ങി, രാജാവിനെതിരെ തിരിഞ്ഞു. അവസാനം യുദ്ധമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ 3 ലക്ഷം പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റിൻ്റെ പോപ്പുലേഷൻ്റെ 18% അവരെ പുറത്ത് കളഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇവർക്ക് ആർക്കും അത് തന്നെയല്ല ബാക്കി അറേബ്യൻ കൺട്രീസിനും ഇവരെ മാറ്റിയിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഇവർ ഇവിടുന്ന് കടന്നു പോയി കഴിഞ്ഞാൽ വേറൊരു രാജ്യത്ത് നിന്ന് ചിലപ്പോൾ അവർ തിരിച്ചു പോകില്ല. അത് തന്നെയല്ല തിരിച്ച് ഗാസയിലേക്ക് വരവുണ്ടാവില്ല. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അറബികൾക്ക് പൊതുവിൽ ഇതിൽ താല്പര്യമില്ല. സാറേ, അപ്പോൾ അതാണ് പ്രശ്നം. കാരണം അതായത് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അഭയാർത്ഥികളായിട്ട് ഓരോ രാജ്യത്തേക്കും കടന്നു കയറുന്നു. ഇപ്പം മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈജിപ്റ്റ് പറഞ്ഞത് കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം ഈ വലിയ അഭയാർത്ഥി പ്രവാഹം ഞങ്ങളുടെ രാജ്യത്തേക്കുണ്ടായി. ഏതാണ്ട് 1 ലക്ഷത്തോളം പേര് വന്നു. ഇനിയും ഞങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ട് താമസിക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അപ്പോഴും ഈ ഈ ഇസ്രായേൽ പ്രസിഡന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തൽക്കാലത്തേക്ക് അവിടെ താമസിപ്പിച്ചാൽ മതി. കാരണം അവിടെ ഈജിപ്തിൽ വലിയ ഭൂപ്രദേശം ഉണ്ടല്ലോ, ടെൻ്റൊക്കെ കെട്ടി താമസിപ്പിക്കുക, ലോകം മുഴുവൻ സഹായം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരതിനോട് വില്ലിങ് അല്ല. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ലോകമെമ്പാടുമുള്ള ഇത്തരത്തിലുള്ള അഭയാർത്ഥികൾ ഇവർ കൂടുതലായിട്ട് കയറി വരുന്നത് ഇപ്പോൾ UK-യിലേക്ക്, ജർമ്മനിയിലേക്ക്, ഫ്രാൻസിലേക്കൊക്കെ വന്നു. ഇപ്പോൾ ഫ്രാൻസിലേക്ക് കയറി വന്നവർ അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ബോംബ് സ്ഫോടനം ഉണ്ടാക്കുന്നു, തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ അഭയാർത്ഥികളായിട്ട് വരുന്നു, അപേക്ഷ നൽകുന്നു. അത് അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ന്യൂനപക്ഷം അവിടുത്തെ
ഭൂരിപക്ഷമായിട്ട് മാറുന്നു. ഇപ്പം UK തന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ അറിയാലോ, ഇപ്പോൾ ഗ്രൂമിങ് എന്ന് പറഞ്ഞ പേരിലുണ്ടായ പ്രശ്നങ്ങൾ. അപ്പോൾ എത്രയോ വർഷമായിട്ട് അതുണ്ടാകുന്നു, നടപടി എടുക്കാത്ത എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ 15ഓളം സിറ്റിയിലെ മേയർമാർ പാകിസ്ഥാനിൽ ജനിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അവരതിനോട് യോജിക്കുന്നില്ല. ഇപ്പോൾ ജർമ്മനിയിൽ ഏറ്റവും അടുത്ത ഉണ്ടായൊരു സംഭവം, ഫ്രാങ്ക്ഫർട്ടിൽ ഒരു എന്താ പറയുന്ന ഒരു തുറസായ പാർക്കിൽ അവിടെ കളിച്ചുകൊണ്ടിരുന്ന 2 കുട്ടികൾക്ക് നേരെ നജ്മുള്ള എന്ന് പറയുന്ന ഒരു അക്രമി അങ്ങോട്ട് നടന്നിരുന്നു. ഒരു ചെറിയ കുട്ടിയുടെ കഴുത്തിൽ കുത്തിയിറക്കുകയാണ്. ഇത് തടയാൻ തന്ന ജർമ്മൻ പൗരൻ 41 വയസ്സാണ്, അയാളെയും കൊന്നു. അപ്പോൾ 2-3 പേര് കൊലക്കത്തിക്കിരയാകുന്നു. അപ്പോൾ ഒലിഫ് ഷോൾസ് ചോദിക്കുന്നുണ്ട് ഇയാളെ എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞത്. അപ്പോൾ ഇയാൾ 2021 കപ്പൽ മാർഗമോ മറ്റോ അവിടെ അഭയാർത്ഥിയായിട്ട് എത്തുന്നു, അപേക്ഷ കൊടുക്കുന്നു, ആ അപേക്ഷ തള്ളിയതിന് ശേഷം ഇയാൾ പുറത്തു പോകട്ടെ എന്ന നിലപാട് ജർമ്മൻ സർക്കാർ സ്വീകരിച്ചു. പക്ഷേ ഇയാളെ കയറ്റി അയക്കണമല്ലോ, ഡിപ്പോർട്ട് ചെയ്യണമായിരുന്നു, അത് ചെയ്തില്ല. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇപ്പോൾ സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം ജനാധിപത്യ രാജ്യമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അവിടെയും കടന്നു കയറുന്ന ഇവർ ചെയ്യുന്നത് അവിടെ പിന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പം ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇവർ ഭാരമായി മാറുന്നു. ഇപ്പം കർശനമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ അവര് ഇങ്ങനെ വന്നേക്കുന്ന ആൾക്കാർ പോകാൻ തയ്യാറാണെങ്കിൽ അവിടെ സ്ഥിരതാമസമാക്കി പോലെ കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പോകുകയാണെങ്കിൽ 28 ലക്ഷം രൂപയോ മറ്റോ കോമ്പൻസേഷനായിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒഴിവാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സ്വീഡനിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇങ്ങനെ വരുന്ന ആൾക്കാരെ ആരെയും അഭയാർത്ഥികളായിട്ടൊക്കെ വരുന്നവരെ 0 ആണ് അവരോട് ഒറ്റ ആളെ എടുക്കുന്നില്ല. അതേപോലെ പോളണ്ടിൽ ഇപ്പോൾ ഒരുപക്ഷെ 3 മില്യൺ ആൾക്കാരുണ്ടായിരിക്കും യുക്രൈനിൽ നിന്ന്, അവരെല്ലാവരെയും സ്വീകരിക്കുകയാണ്. പക്ഷേ ഈ ബാക്കി ഉള്ള അഭയാർത്ഥികളെ ആരെയും അവരെടുക്കുന്നില്ല. അപ്പോൾ BBC ഒരു ഇൻ്റർവ്യൂവിൽ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ആൾക്കാരെ എടുക്കണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളിപ്പോൾ എടുക്കുന്ന ആൾക്കാരുടെ നമ്പർ ചോദിക്കുകയാണെങ്കിൽ പറയാം 0 ആണെന്ന് പറഞ്ഞു. ഒരാളെ പോലും അവരെടുക്കുന്നില്ല. അതേപോലെ നോർവേയിൽ ഉള്ള ആൾക്കാരെ പറഞ്ഞയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് പല യൂറോപ്യൻ കൺട്രീസിലെ അവസ്ഥ. അതായത് ഇപ്പോൾ ഇനി ഈ മുസ്ലിം ഭൂരിപക്ഷം ഇവരിങ്ങനെ അഭയാർത്ഥികളായിട്ട് എത്തുന്നത് കൂടിക്കൊണ്ടിരുന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു കണക്ക് വെച്ച്, യൂറോപ്യൻ യൂണിയൻ്റെ കണക്ക് വെച്ച് 2050 ആകുമ്പോഴേക്കും 4.7% എന്നുള്ളത് 9.7% വരെയായിട്ട് വർദ്ധിക്കാം. അപ്പോൾ അത്രയും പേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്താൽ പിന്നെ ഈ അഭയാർത്ഥികളായി വന്ന ആൾക്കാർ ഭൂരിപക്ഷമായി മാറും. പിന്നെ അവർ പറയുന്നതായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് പറ്റില്ല. ഇപ്പോൾ UK കാര്യത്തിൽ ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും ഒരുപോലെ പറയുന്നു, ഞങ്ങൾക്ക് ഈ അനധികൃത കുടിയേറ്റക്കാരായ മുസ്ലിങ്ങളെ ഇനി ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇല്ലീഗലായിട്ട് വന്ന ഇത്തരത്തിലുള്ള ആളുകളെ ഞങ്ങൾ പുറത്താക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ വിമാനത്തിലേക്ക് തന്നെ കയറ്റി അയക്കുന്ന ഒരു നിലപാടൊക്കെ സ്വീകരിച്ചത്. അപ്പം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതേ നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പം 2025 കാനഡയിൽ നിന്ന് മാത്രമേ 5 ലക്ഷത്തോളം ആളുകളെ കയറ്റി അയക്കുന്ന നിലപാടാണ്. അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ അല്ല, ഇനി തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ഭരണാധികാരിയാണ് ഈ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ആളുകളെ പുറന്തള്ളിയാൽ അതിനകത്ത് ചിലപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഉൾപ്പെട്ടേക്കാം. എന്തായാലും നിലവിലെ കണക്കനുസരിച്ച് 15 ലക്ഷത്തോളം ആളുകൾ മുസ്ലിങ്ങളായ അഭയാർത്ഥികൾ തെരുവിലേക്ക് പോവുകയാണ്. അവർ എവിടെ കഴിയും? കാരണം ഒരു രാജ്യം ഏറ്റെടുക്കുന്നില്ല. ഇപ്പം ഗൾഫ് കൺട്രീസ്, നമ്മൾ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇത്തരം ആളുകളെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഗൾഫ് കൺട്രീസ് പണ്ടോട്ട് അങ്ങനെയായിരുന്നു. അതെ. അപ്പോൾ ഇത്രയും പ്രശ്നം, ഇപ്പോൾ സിറിയയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പാലസ്തീനിൽ പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് സൗദിയോ UAE യോ ഖത്തറോ ഒന്നും ഇവരെ ഒരാളും ഏറ്റെടുക്കില്ല. അതേപോലെ ഇപ്പോൾ ഈ ജോർഡൻ്റെയും അതേപോലെ ഈജിപ്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അവർ ഏറ്റെടുക്കണില്ല എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അതെ. ഇപ്പോൾ ഈ ട്രംപ് പറഞ്ഞ ജോർഡനിലേക്കും ഈജിപ്തിലേക്കും അയക്കണ കാര്യം ആകെ പ്രധാനമായിട്ട് 2 പേരാണ് അതിന് സപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരാൾ ഇത്താമർ ബെൻഗുർ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റിയുടെ ചാർജുള്ള മിനിസ്റ്ററാണ്. പിന്നെ വേറൊരാൾ ബെലാസൽ സ്മോട്രിച്ച് എന്നാണ് പേര്, അങ്ങനെ ഫൈനാൻസിൻ്റെ ചാർജുള്ള മിനിസ്റ്ററാണ്. ഈ ബെലാസൽ സ്മോട്രിച്ചും ഇത്താമർ ബെൻഗുറും, ഇങ്ങനെ 2 പേരാണ് പ്രധാനമായിട്ട് ട്രംപിന് സപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. വേറെ രാജ്യങ്ങളിൽ നിന്നോ പ്രത്യേകിച്ച് അറേബ്യൻ കൺട്രീസിൽ നിന്നോ വേറെ ആരും ഇതിന് സപ്പോർട്ട് പറയാനില്ല. അതാണ് അവസ്ഥ. ഇപ്പോൾ ഈ പലസ്തീൻകാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് വേണം, ഇപ്പോൾ ജോർദാനിലേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഈജിപ്തിലേക്ക് ആയിക്കോട്ടെ, അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഹമാസിൻ്റെ ആൾക്കാരും ഹിസ്ബുള്ളയുടെ ആൾക്കാരൊക്കെ എതിർക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ലെബനിലെ കുറച്ച് ആൾക്കാർ സംഘടിച്ചെത്തിയിട്ട് ഇസ്രായേൽ സേന അവിടുന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ പറഞ്ഞു പറ്റില്ല, കാരണം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരൊരു സംഘർഷം ഉണ്ടാക്കി. അപ്പം ഈ പറയുന്ന ഇസ്രായേൽ സേന വെടിവെക്കുന്നു, 10-20 പേര് കൊല്ലപ്പെടുന്നു. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ കൊന്നത് ഹിസ്ബുള്ളയാണ്. അപ്പോൾ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും വേര് പൂർണ്ണമായിട്ട് മറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 10 മുതൽ 15 ലക്ഷം വരുന്ന നിലവിലെ താമസക്കാരെ മറ്റു രാജ്യത്തേക്ക് പോകുന്നത്. എന്നിട്ട് പറയുന്നത് ഈജിപ്റ്റ് പോലുള്ള രാജ്യം നിങ്ങൾ ടെൻറ്റിലൊന്നും കഴിയണ്ട, ലോകം മുഴുവൻ നിങ്ങൾക്ക് സഹായം തരും. പക്ഷേ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒന്നും ഇത് പറ്റില്ല, ഗൾഫ് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾക്കും പറ്റില്ല. അപ്പോൾ ശരിക്കും അഭയാർത്ഥികളായി കുടിയേറ്റക്കാരായിട്ട് അവിടെ ചെല്ലുന്നു, ഒരു അപേക്ഷ കൊടുക്കുന്നു, ഇത് തള്ളിക്കളഞ്ഞാൽ അവർ വീണ്ടും അപ്പീൽ കൊടുക്കുന്നു, അപ്പോഴും തള്ളിക്കളഞ്ഞാൽ പിന്നെ അവിടെ തടിച്ചുകൂടാൻ പറ്റുന്നു. അപ്പോൾ ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് അത് പറ്റില്ല, ഞങ്ങൾ നിർബന്ധപൂർവ്വം ഇവരെ മുഴുവൻ
പുറന്തള്ളാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം കൂടെ എവിടെ ചെല്ലും? വലിയൊരു അഭയാർത്ഥി പ്രവാഹം അല്ലേ? ഇവർ തെരുവിൽ കഴിയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും മുമ്പൊക്കെ യൂറോപ്യൻസ് വളരെ ലിബറലായിരുന്നു. അതെ. പക്ഷേ ഇപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് മാറി, അമേരിക്കയുടെ ആറ്റിറ്റ്യൂഡ് മാറി. അമേരിക്കയുടെ മാർപ്പാപ്പ ഉപദേശിച്ചെന്നും പറഞ്ഞുകൊണ്ട് ട്രംപ് മാർപ്പാപ്പയോടും ചൂടായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റോമിനെ വലിയ മതിലുകളുടെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്, നിങ്ങൾ സുരക്ഷിതമായിട്ട് കഴിയുന്നു, പിന്നെ ഞങ്ങൾ ഉപദേശിക്കാൻ പറ്റണമെന്നും പറഞ്ഞു മാർപ്പാപ്പയോടും പറഞ്ഞിട്ടുണ്ട് ട്രംപ്. അപ്പോൾ ആരും ഇപ്പോൾ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ വലിയ ജനറസ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ കാര്യങ്ങൾ മാറി മറിയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.